ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നത് എനിക്ക് തന്നെ വളരെയധികം സെൻസിറ്റീവായും ഇമോഷണലി കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. യെസ്, ഈ ഇടയ്ക്കായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് കേട്ട് കാണും, അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ട് കാണും, ചർച്ച ചെയ്യപ്പെട്ട് കാണും. നമ്മുടെ ഇടയിലായാലും നമ്മളിപ്പോൾ ന്യൂസ് വെച്ചാലും എവിടെ വെച്ചാലും ഇതിൻ്റെ ഡിസ്കഷൻസ് ആണ് ഓൺ ഗോയിങ് ആയിട്ടുള്ളത്. യെസ്, അത് ദിലീപ് ആൻഡ് ലൈക്ക് ആക്ട്രസ് അസോൾട്ട് കേസ് ആയിരുന്നു. The thing is that he got the judgment yesterday and he is no like Kuttavintanai. He's free now. Yeah, good. And those who are involved, the 6 people, the criminals already got the punishment. Fine. But what about the motive? Okay, ദിലീപ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആ പേഴ്സൺ ചെയ്തിട്ടില്ല. ബട്ട് ദെൻ ഹൂ ഡിഡ് ഇറ്റ്? Who did it? What's the motive and who is behind all this? അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെന്താന്നുള്ള കാര്യങ്ങളും എവിടെയും വെളിപ്പെടുത്തതായിട്ട് കാണുന്നുമില്ല. ഓക്കെ, പക്ഷെ ഇതിൽ തന്നെ ഭയങ്കരമായിട്ട് ഹേർട്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൗ ദ നറേറ്റീവ് ലൈക്ക് എൻറ്റയർലി ചേഞ്ച്ഡ് ആഫ്റ്റർ ദിസ്. ദർ ഈസ് ലൈക്ക് still people are like saying that ഇതൊക്കെ സ്റ്റേജ്ഡ് ആയിരുന്നു, ഇതൊക്കെ പെർട്ടിക്കുലർ നടിയും കുറെ സംഭവം കൂടെ സ്റ്റേജ്ഡ് ആയിട്ടൊരു കാര്യം, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, ലൈക്ക് ദിസ് ഈവൻ ദാറ്റ് അസോൾട്ട് കേസ് ഇസ് കംപ്ലീറ്റ്ലി ഫേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് like the people, especially like women who go through this kind of sexual assaults in India, 95% of them are going to a very diagnosed depression state. ഇത് ഞാൻ പറഞ്ഞതല്ല, വി ഹാവ് ലൈക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വി ഹാവ് പ്രൂഫ് ആൻഡ് വി ഹാവ് the exact numbers in Google, Wikipedia, if you go you can find it. ആൻഡ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത കേസിൽ നിന്നാണ്. എത്ര സ്റ്റിൽ ഇന്ത്യയിൽ നിങ്ങൾ വിചാരിക്കുന്നത് എത്ര പേര് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്? ആൻഡ് ഒരു വർഷം തന്നെ എത്ര വിമൻ ഇന്ത്യയിൽ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? On a daily basis 1,000 women are getting raped. Okay, and once a woman go through this, she needs support. She need psychologically also she need a well support from the people around her, or from the government. And government already ഈ കേസിൽ അപ്പീൽ പോകുന്നുണ്ടെന്ന് പറയുന്നു. ഞാൻ ഈ കേസിനെ കുറിച്ചല്ല പറയുന്നത്. ലൈക്ക് തിങ്ക് അബൌട്ട് എ നോർമൽ വിമൻ, how she might go through in this stage. Like എത്ര ഡിഫിക്കൽട്ട് ആയിരിക്കും. Lot of, if you see other so-called developed countries, they have a free system for people who go through such kind of abuse. Psychologically അവർക്ക് അതിന് ശേഷമുള്ള ഹെൽപ്പ് ഫ്രീ ആണ് in lot of countries. ഇന്ത്യയിൽ yes there are one support centers for women and there are some NGOs which is like partially free. But the hardest fact is that it's not still available to everyone. At the same time, India lacks such kind of psychologists who can support this trauma in many of the state. So ഒരു അബ്യൂസ് ഗോ ത്രൂ ചെയ്ത ശേഷം അവർക്ക് ഉണ്ടാവുന്ന മെന്റൽ ട്രോമ എന്ന് പറയുന്നത് it gets like decades to get over. അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ ചിലവർക്ക് വർഷങ്ങളോളം എടുക്കും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. സോ ഇറ്റ്സ് ഫോർ ലൈക്ക് അതിൽ നമ്മൾ ഇൻവോൾവ് ആകാത്തത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്ക് ഭയങ്കര എളുപ്പമാണ് പോയി ഒരു കമന്റ് ഇടുക, അല്ലെങ്കിൽ വെറുതെ ഒരു ആവശ്യമില്ലാതെ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് പറയുക. ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അവർ ഗോ ത്രൂ ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ തിങ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ആൻഡ് അബൌട്ട് ദിസ് കേസ് ഐ ഡോണ്ട് നോ എന്താണ് ഇനി വരാൻ പോകുന്നത്, ഇതിൽ ആരൊക്കെ കുറ്റം ചെയ്തു, എന്താണ് ഇതൊക്കെ സോ കോൾഡ് സ്റ്റേജ്ഡ് ആണോ എന്താണ് ഒന്നും അറിയില്ല.
പക്ഷെ ഒറ്റ കാര്യം, എ ജസ്റ്റിസ് ഡിലേഡ് ഇസ് എ ജസ്റ്റിസ് ഡിനൈഡ്. അത്ര എനിക്കല്ലേ പറയാനുള്ളൂ. ബൈ ബൈ.